ഇത് ലാലൂർ കാർത്യായനി ദേവി ക്ഷേത്രം. തൃശൂർ കളക്ട്രേറ്റിന് തെക്കുഭാഗത്തായി ഏകദേശം 2 കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരശുരാമനാൽ സ്ഥാപിതമായ 108 ദുർഗാലയങ്ങളിൽപ്പെട്ടതാണ് ഈ ക്ഷേത്രവും. ഏറെ കൊത്തുപണികൾ നിറഞ്ഞ ഈ ക്ഷേത്രത്തിന് 3000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ മറ്റു ഉപദേവതകളില്ല. അതിപുരാതന കാലത്ത് ലാലൂർ യജ്ഞാതി കർമ്മങ്ങൾ കൊണ്ട് പരിപാവനമായ പ്രദേശമായിരുന്നു അത്രേ. യാഗങ്ങളുടെ ഊരായിരുന്ന യാഗൂർ ലോപിച്ചാണ് ലാലൂരായി മാറിയതെന്ന് പറയപ്പെടുന്നു. ഏറെ നാൾ ക്ഷയിച്ചുകിടന്ന ഈ ക്ഷേത്രം പിന്നീട് കൊത്തുപണികളോടെ പണികഴിപ്പിക്കുകയായിരുന്നു. നിറയെ കൊത്തുപണികളാൽ നിർമ്മിച്ച അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത്. സുർക്കി നിർമ്മിത കൊത്തുപണികളാൽ പുനർനിർമ്മിച്ച ക്ഷേത്രഗോപുരം ഏറെ ശ്രദ്ധേയം. ഈ ക്ഷേത്രത്തിൽ പണ്ട് 3 ബ്രാഹ്മണ ഇല്ലങ്ങൾക്ക് ഊരായ്മ സ്ഥാനമുണ്ടായിരുന്നു. പിന്നീട് കിഴക്കിനിയുടെ തില്ലത്തിന്റെ കൈവശം എത്തിച്ചേരുകയും ഈ ഇല്ലങ്ങൾ ക്ഷയിച്ച ശേഷം ക്ഷേത്രം മണ്ണത്ത് തറവാട്ടുകാരുടെ അധീനതയിലാവുകയും ചെയ്തു. ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലാണ് ക്ഷേത്രം. വടക്കുംനാഥ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു പണ്ട് ഈ ക്ഷേത്രത്തിലെ ശാന്തി. വടക്കുംനാഥന്റെ 4 അതിരുകൾ കാക്കുന്ന ദേവിമാരിൽ ഒരാളാണ് ലാലൂർ ഭഗവതി. മീനമാസത്തിലെ ഉത്രം നാളിലെ പ്രതിഷ്ഠാദിനം, തൃശൂർ പൂരം, ശിവരാത്രിക്ക് വടക്കുംനാഥനിലേക്കുള്ള എഴുന്നള്ളിപ്പ്, തൃക്കാർത്തിക വിളക്ക്, കാർത്തിക ഊട്ട് എന്നിവയാണ് ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങൾ. തൃക്കാർത്തിക ദേവിയുടെ പിറന്നാളാണ്. ഈരേഴു 14 ലോകങ്ങളിലുമുള്ള ദേവയക്ഷ കിന്നര ഗന്ധർവന്മാർ അന്നേ ദിവസം ദേവിയെ വാഴ്ത്തി സ്തുതിക്കുമത്രേ. തൃശൂർ പൂരത്തിന് ആദ്യം കൊടികയറുന്നത് ലാലൂർ ക്ഷേത്രത്തിലാണ്. രാവിലെ 8-നും 8:30-നും ഇടയിലാണ് കൊടിയേറ്റം. കൊടികയറി പിറ്റേന്ന് ദേവി കാരമക്ക് ഭഗവതി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും. അവിടെ നിന്ന് ഭഗവതിയെയും കുട്ടി തിരിച്ചെഴുന്നള്ളി ഇവിടെ വന്ന് ആദിത്യമരുളി തിരിച്ചയക്കുന്ന ചടങ്ങുണ്ട്. കാരമക്ക് ഭഗവതിയും ലാലൂർ ഭഗവതിയും സഹോദരിമാരാണെന്ന് ഐതിഹ്യം പറയുന്നു. പൂരം കൊടികയറി 7 ദിവസവും ശ്രീഭൂതബലി, നവകം, പഞ്ചഗവ്യം എന്നീ ചടങ്ങുകളും ക്ഷേത്രക്കുളത്തിൽ ആറാട്ടും പതിവുണ്ട്. പൂരം കൊടികയറി തുടർന്നുള്ള ദിവസങ്ങളിൽ ലാലൂർ, അരണാട്ടുകര, കിഴക്കേപ്പുറം, SN പാർക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ളവർ ക്ഷേത്രത്തിലെത്തി പറകൾ സമർപ്പിക്കാറുണ്ട്. ഓരോ ദിവസം രാവിലെ 6 മണിക്ക് വിശേഷാൽ പൂജകളും ആറാട്ടും കഴിഞ്ഞ് 3 ആനകളുടെ അകമ്പടിയോടെ ദേവി വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. നടപ്പാണ്ടിയുടെയും പഞ്ചവാദ്യത്തിന്റെയും നാഗസ്വരത്തിന്റെയും അകമ്പടിയോടെയാണ് എഴുന്നള്ളത്ത്. പൂരം ലാലൂർ വഴി കാഞ്ഞാണി റോഡിലൂടെ ഔട്ട്പോസ്റ്റിലെത്തിയാൽ പഞ്ചവാദ്യം അവസാനിപ്പിക്കും. പിന്നെ നാദസ്വരത്തിന്റെയും നടപ്പാണ്ടിയുടെയും അകമ്പടിയോടെ പടിഞ്ഞാറേക്കോട്ട വഴി MG റോഡിൽ പ്രവേശിക്കും. കോട്ടപ്പുറം പാലത്തിലെത്തിയാൽ പഞ്ചവാദ്യം വീണ്ടും ആരംഭിക്കും. അപ്പോൾ ആനകൾ 5 ആകും. പൂരം ശ്രീമൂലസ്ഥാനത്തെത്തിയാൽ പിന്നെ പാണ്ടിമേളമാണ്. 9 ആനകൾ അകമ്പടിയാകും. എഴുന്നള്ളിപ്പിന് ശേഷം പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ കയറി വടക്കുംനാഥനെ പ്രദക്ഷിണം വെച്ച് വണങ്ങിയ ശേഷം തെക്കേ ഗോപുരത്തിലൂടെ പുറത്തിറങ്ങി ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങും. എന്നാൽ രാത്രിയിലെ പൂരം പോകുന്നത് മറ്റൊരു വഴിയിലൂടെയാണ്. അത്താഴ പൂജ കഴിഞ്ഞ് അരണാട്ടുകര തോപ്പിൻമൂല നേതാജി ഗ്രൗണ്ട് വഴി പടിഞ്ഞാറേക്കോട്ടയിലെത്തും. രാവിലത്തേതുപോലുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം വടക്കുംനാഥനെ വണങ്ങി ശ്രീമൂലസ്ഥാനത്തെ നിലപാടുതറയിൽ കയറി നിന്ന് ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങും. പിന്നെ ഭഗവതിക്ക് പള്ളിയുറക്കമാണ്. ഉത്രം വിളക്ക് കഴിഞ്ഞ് കൊടിയിറങ്ങുന്നതോടെയാണ് പൂരത്തിന്റെ ചടങ്ങുകൾക്ക് സമാപനമാകുക. പൂരപ്പിറ്റേന്ന് വൈകിട്ട് ഒരാനപ്പുറത്ത് പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ കൊടിക്കൽ പൂരം നടക്കും. തുടർന്ന് ആനപ്പുറത്തുള്ള 7 പ്രദക്ഷിണത്തിനു ശേഷം ദേവിയെ ശ്രീകോവിലിലേക്ക് എഴുന്നള്ളിക്കും. ആന കൊടിമരം തള്ളിയിടുന്നതോടെ 1 വർഷത്തെ പൂരച്ചടങ്ങുകൾക്ക് സമാപനമാകും. പുലിയന്നൂർ മനക്കാർക്കാണ് ഈ ക്ഷേത്രത്തിലെ തന്ത്രിസ്ഥാനം.